ആരൊക്കെയാ മോനെ? ഞാൻ എൻ്റെ അച്ഛൻ. അമ്മ എനിക്ക് ഇപ്പൊ അച്ഛൻ്റെ വിളിക്കണം. ഇപ്പോഴോ? എനിക്കും അമ്മ, എനിക്ക് ഇപ്പൊ അച്ഛനെ കോൾ ചെയ്യണം. ഇപ്പൊ എങ്ങനെയാ അച്ഛനെ കാണുക? ഇപ്പൊ അച്ഛനടുത്ത് ഇങ്ങോട്ട് വരാൻ പറ. അയ്യോ, അച്ഛൻ്റെ അടുത്ത് എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറയാ? അച്ഛനോട് ജോലിക്ക് പോയതല്ലേ, അച്ഛനവിടെ തിരക്കുള്ളോണ്ടല്ലേ. അല്ല നിങ്ങളെ കാണാൻ വരാതിരിക്കോ? അമ്മേ എന്താമ്മേ, 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, മര്യാദയ്ക്ക് ഭക്ഷണം പോലും അമ്മ കഴിക്കുന്നില്ല. അതല്ല മോളെ, ഇവിടെ നല്ല ഉറക്കം കിട്ടുന്നില്ല, അതുകൊണ്ടാ. പിന്നെ ഈ മോനെല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോ എന്നെ കണ്ടുപിടിക്കേ, എനിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടുന്ന് പോയിട്ട്? ഒന്നുമില്ല, ഞാൻ കാണുന്നുണ്ട് ഉള്ള മൂലയിലെല്ലാം പോയി കുത്തിയിരുന്ന കരയുന്നു. മോളെ ഞാനൊരു കാര്യം പറയട്ടെ, നാളെ മക്കൾക്ക് ക്ലാസ്സില്ലല്ലോ. ഇല്ല. നമുക്ക് മോൻ്റെ അടുത്ത് വരെ ഒന്ന് പോയാലോ? സത്യമായിട്ട് അച്ഛൻ്റെ അടുത്ത് പോവാ. സാർ ഇവിടെ വന്നിട്ട് ഇതേവരെ ലീവ് എടുത്തില്ല. ടെൻഷൻ അടിക്കണ്ട, സാർ ലീവ് എടുക്കുന്നു, നേരെ വീട്ടിൽ പോകുന്നു, മക്കളെ കാണുന്നു, സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരും. എന്താ അതൊന്നും ശരിയാവില്ലടാ, എനിക്കിവിടെ 100 കൂട്ടം പണിയാണ്. സാർ ഇത് ഏത് ലോകത്താണ് സാറേ ജീവിക്കുന്നത്? ശമ്പളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഓഫീസിൽ വരുന്നവരാ നമ്മളവിടെ ഉള്ളവർ. പിന്നെ എടാ അതൊക്കെ അവരുടെ കാര്യം, എൻ്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നു. എപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ. അല്ല, സാറ് നാളെ ഓഫീസിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. സാറിൻ്റെ ടെൻഷൻ അടി കാണാൻ പറ്റാഞ്ഞിട്ട് പറയാം. സാറ് ഉറപ്പായിട്ട് വീട്ടിൽ പോയിരിക്കണം, പ്ലീസ്. ഞാനിതുവരെ കൂടുതലും വീട് വിട്ട് നിന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പോകും, ഒരുമിച്ച് വരും. മോൻ ഉറക്കത്തിൽ കിടന്ന് ഞെട്ടുന്നുണ്ടാവും, അവൻ എൻ്റെ കൂടെ കിടന്നാലും ഉറക്കം വരും. സാറേ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ലാസ്റ്റായിട്ട് പറയാം. സാർ എന്തായാലും നാളെ വീട്ടിൽ പോകണം. അല്ല ഓഫീസിൽ വരാനാണ് പ്ലാനെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും മുമ്പ് ഞാൻ ചീത്ത പറയും, ഉറപ്പായിട്ട് ഞാൻ ചീത്ത പറയും. നാണം കെടാനായിട്ട് അങ്ങോട്ട് വരല്ലേ സാറേ, പ്ലീസ്. രാഘവ, ഇന്ന് ഞങ്ങളെല്ലാം കൂടെ മോൻ്റെ അടുത്തൊന്ന് പോവാ. കുഞ്ഞെന്താ വരാത്തതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം കിട്ടിയ ഞായറാഴ്ച കൂടി ജോലി ചെയ്യുന്ന ഡോക്ടർ ഈ കുഞ്ഞ് മാത്രമേ കാണൂ. ഞങ്ങളെ പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരും. ഞാൻ തിരക്കെന്ന് പറയണേ. പിന്നില്ലേ. പാവം. പിന്നെ ഈ പാല് ഞാനിങ്ങ് എടുക്കുക. ഉച്ചയ്ക്ക് പാല് സൊസൈറ്റി കൊടുക്കണം. പിന്നെ 2 കുപ്പി തൈരുണ്ടാക്കി വെച്ചിട്ടുണ്ട് മോന് കൊടുക്കാൻ. പിന്നെ വെള്ളവും പുല്ലും ഒക്കെ ഞാൻ എടുത്തു നോക്കാം, സമയത്തെടുത്ത് കൊടുത്തേക്കണേ. അതൊക്കെ ഞാൻ ചേച്ചി പോയിട്ട് വാ. സാറേ ചേച്ചിയോടും അമ്മയോടും മക്കളോടും എൻ്റെ അന്വേഷണം പറഞ്ഞേക്കണേ. നീ അന്വേഷണം പറഞ്ഞില്ലെങ്കിൽ നീ അന്വേഷിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അതെ, ആരെങ്കിലും അത്യാവശ്യമായിട്ട് വരികയാണെങ്കിലേ എൻ്റെ നമ്പർ കൊടുത്താൽ മതി. അത് കൊടുത്തേക്കാം. പേഷ്യൻസ് ആരെങ്കിലും ഉണ്ട് കേട്ടോ. ഓ ശരി. എന്തുകൊണ്ട് വിളിച്ചോ? ഓ അല്ല, അവിടെ ചെന്നിട്ട് തന്നെ ഒന്ന് വിളിക്കണം. വിളിക്കാം. ഓക്കെ, ഞാൻ കേട്ടോ. ഓഫീസിൽ അത്യാവശ്യമുള്ള മെഡിസിൻസ് കളക്ട് ചെയ്യാൻ പറയാം. ഓ പറഞ്ഞേക്കാം. ഞാൻ കേട്ടോ. മോളെ ഇത്തിരി നെയ്യൂടെ ഒഴിക്കും, നല്ല മയം വരട്ടെ. 2 ദിവസമായിട്ട് മോനോടുള്ള സ്നേഹം നെയ് പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മതി മതി, നിർത്ത് നിർത്ത്.
എനിക്ക് നീ അവനും ഒക്കെ നെയ് പോലെ തന്നെ. ആ അതെ അതെ, ഇനി ഈ നെയ്യ് ഒഴിക്കാഞ്ഞിട്ട് മോനോടുള്ള സ്നേഹം കുറയണ്ട. അങ്ങനൊന്നും കുറയത്തില്ല. തൽക്കാലം അമ്മ ഇത് നോക്കേ, ഞാനേ പിള്ളേരെ രണ്ടുപേരും എണീപ്പിക്കട്ടെ. ഇപ്പൊ വിളിച്ചു തുടങ്ങിയാലേ അതുങ്ങൾ എണീക്കുള്ളൂ. മോളെ, അയ്യോ രണ്ടുപേരും റെഡിയായോ? ഇതെന്താ പതിവില്ലാതെ? പെട്ടെന്ന് പോണ്ടേ അച്ഛൻ്റെ അടുത്ത്? ആ അപ്പൊ രാവിലെയൊക്കെ രണ്ടുപേർക്കും എണീക്കാൻ അറിയാല്ലേ? വാ, വല്ല കഴിക്കണ്ടേ? വാ. ചേച്ചി, കടുപ്പത്തിലൊരു ചായ. ചേച്ചി 2 ചായ, 1 വിത്തൗട്ട്. ഡോക്ടർ സായ. ആ അവിടെ 2 ചായ, 1 വിത്തൗട്ടാണേ. ഇവിടെ നിന്നാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത്. അമ്മ, അമ്മ, അമ്മയ്ക്ക് കൂടെ എടുക്കട്ടെ ഒരു ദോശ? ഓ വേണ്ട മക്കളെ, യാത്ര ചെയ്യാനുള്ളതല്ലേ, കഴിച്ചാൽ ശരിയാണ്. ഒരെണ്ണൊന്നും കഴിച്ചോണ്ടൊന്നും പറ്റാൻ പോണില്ല അമ്മ. ഓ അമ്മേ എനിക്കൊന്നും കൂടി. ഇനി വേണോ? ആ നല്ല ടേസ്റ്റ് ഉണ്ട്. കൊടുക്കും മക്കളെ. അമ്മേ എനിക്കൊരു ദോശ ടെഡി ബെയറിന്റെ. എടാ 5ാമത്തെ ആയിട്ടോ, ഇത് ലാസ്റ്റത്തേതാ? മക്കളെ എന്തോ എന്തോ അത് പാവക്കുട്ടി. പിന്നെ ഇട്ടാ മതിയായിരുന്നു ഇല്ലേ മോനെ? ഓ ഇത് പിന്നെ പറന്ന് അമ്മ, അമ്മ ഈ സാരി ഇങ്ങനെ കുത്തണോ അത് അടുക്കി കുത്തണോ? ഇങ്ങനെ മതി. ഞാൻ മതിയോ? ആ ആ, ഈ സാരി മതിയല്ലോ അല്ലേ അമ്മ? അത് ഒരെണ്ണം പുതിയത് വാങ്ങിക്കണമായിരുന്നോ? ഇനിയിപ്പം പോകാനൊരു മഞ്ഞ സാരി എടുത്താലോ? പിന്നെ നീ കല്യാണത്തിന് പോവാന്നോ അതോ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവാ? അല്ല, ഏട്ടൻ്റെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കുവേ അവിടെ എല്ലാരും കാണത്തില്ലേ? അവിടുത്തെ എല്ലാവരുടെയും കാര്യം അങ്ങ് വിട്. ആ അല്ലാതെ അവൻ്റെ മുമ്പിൽ സുന്ദരിയായി നിൽക്കാനല്ല. മതി മതി, ഇങ്ങോട്ട് വന്നേ. വാ മക്കളെ. വരുവാ. എന്താടാ, എങ്ങോട്ടാ? അല്ല, ഏട്ടനെന്താ ഇവിടെ? ഇതെന്റെ വീടല്ലേ? അതെ, പറയാതെയും വിളിക്കാതെ. ഒരു ദിവസം ലീവ് കിട്ടിയപ്പോ പിള്ളേരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അല്ല, വീടൊക്കെ പോയിട്ടുണ്ട്. എങ്ങോട്ടാ? അല്ല, പിള്ളേർക്ക് അവധിയല്ലേ, അപ്പൊ ഏട്ടനെ കാണണമെന്ന് പറഞ്ഞു, അമ്മയ്ക്കും കാണണമെന്ന് പറഞ്ഞു. ശരിയാടാ മക്കളെ, ഞാനും പറഞ്ഞു. ഇവര് 3 പേരെയും കൂടെ തന്നെ വിടാൻ പറ്റില്ലല്ലോ, അപ്പൊ ഞാനും കൂടെ. നന്നായി. വാ മക്കളെ. മക്കളെ കാണാൻ വേണ്ടി മാത്രം വന്നാണോ? ഇല്ലടി, അമ്മനെ കൂടെ കാണണം.
പശു പശു നമുക്ക് എന്തെല്ലാം തരുന്നു. പശു നമുക്ക് പാല് തരുന്നു. ഇടയ്ക്ക് നിനക്കറിയാവടാ